ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മോൺസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം. മോൺസണുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും 10 ലക്ഷം രൂപ മോൺസണിൽ നിന്ന് സുധാകരൻ കൈപ്പറ്റിയെന്നുമാണ് കുറ്റപത്രത്തിലെ പരാമർശം. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ കണ്ടെത്തൽ. കേസിൽ കോൺഗ്രസ് നേതാവ് എബിൻ എബ്രഹാം മൂന്നാം പ്രതിയാണ്. അതേസമയം സർക്കാർ പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നിയമപരമായി സർക്കാർ നീക്കത്തെ നേരിടുമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രതിപക്ഷത്തെ. അതിൻ്റെ അപ്പുറത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടല്ലോ. അദ്ദേഹം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ആദ്യം നടന്നത്. രഹസ്യമായി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നത്. അത് കോടതി തടഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തെ പ്രതിയാക്കുകയാണ്. ഞങ്ങൾ കോടതി കണ്ടോളാം, നിയമപരമായി നേരിട്ടോളാം. അദ്ദേഹത്തിന് അതൊരു പങ്കുമില്ലെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഗൂഢാലോചന, അദ്ദേഹത്തെ പ്രതിയാക്കിയതിലാണ് ഗൂഢാലോചനയുള്ളത്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഈ കുറ്റപത്രത്തിൽ KPCC അധ്യക്ഷനെതിരെ എന്തൊക്കെ തെളിവുകളാണ് ക്രൈംബ്രാഞ്ച് നിരത്തുന്നത്? പ്രധാനപ്പെട്ട നേരത്തെ ഈ കേസ് എടുത്ത ഘട്ടത്തിൽ, അതായത് 2023 ജൂണിൽ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി കേസെടുത്ത ഘട്ടത്തിൽ FIR-ൽ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ തന്നെ കുറ്റപത്രത്തിൽ ആവർത്തിക്കുന്നുണ്ട്. അതായത് മോൺസൺ വ്യാജ ഡോക്ടറാണെന്നറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചു എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. തട്ടിപ്പിന് വേണ്ടി സുധാകരൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് ആരോപിക്കുന്നത്. DYSP റസ്തം ആണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. 25 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിൽ കെ സുധാകരൻ 10 ലക്ഷം രൂപ കൈപ്പറ്റി എന്നാണ് ആരോപിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 426, 406, 120B വകുപ്പുകൾ ചുമത്തി ഈ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്നു. അതായത് ഈ തട്ടിപ്പിൽ നേരിട്ട് KPCC അധ്യക്ഷന് പങ്കുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് കുറ്റപത്രത്തിലൂടെ ക്രൈംബ്രാഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനെതിരെ ഇപ്പോൾ പ്രതികരണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരാൻ പോകുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഈ കുറ്റപത്രം കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ ഒരു ആയുധം കൂടിയാവുകയാണ് ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അത് ശ്രീകാന്ത്, ഇതിൽ പരാതിക്കാരൻ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഇതിലെ ആരോപണ വിധേയരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല, അവർക്കെതിരെ അല്ലെങ്കിൽ കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല. അപ്പോൾ അതുകൂടി ഉണ്ടാകണം എന്നാണ് പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊരു അന്തിമ കുറ്റപത്രമാണോ അതോ കൂടുതൽ വിശാലമായ അല്ലെങ്കിൽ കൂടുതൽ കുറ്റപത്രം അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളുള്ള കുറ്റപത്രം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ? ഇത് അന്തിമ കുറ്റപത്രമല്ല എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. 3 കുറ്റപത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതിൽ ഈ ഷമീർ പരാതിക്കാരൻ ആവശ്യപ്പെടുന്ന കാര്യം ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഗോകുലോത്ത് ലക്ഷ്മൺ അടക്കമുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിൽ തുടരുന്നുണ്ട്. അദ്ദേഹത്തെ അടക്കം ഇതിൽ പ്രതി ചേർക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. മുൻ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയുടെ അടക്കം പേര് ഈ പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ പേരടക്കം ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ എത്രത്തോളം അത് നടപ്പിലാകും എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും 3 കുറ്റപത്രം ഉണ്ടാകും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. നിയമപരമായി നേരിടും എന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലം കൂടി ആയതുകൊണ്ട് ഈ കുറ്റപത്രം, അതിലെ പരാമർശങ്ങളൊക്കെ ആ നിലയ്ക്ക് കൂടി ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. മറ്റൊരു പ്രധാന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിലെ ജയസുധാർത്ഥന്റെ മരണത്തിൽ ഡീനും അസിസ്റ്റന്റ് വാർഡനും VC-ക്ക് മറുപടി നൽകി. ഇത് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കും എന്നാണ് VC അറിയിച്ചത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഡീനും അസിസ്റ്റന്റ് വാർഡനും ഈ മറുപടിയിൽ, ഈ കാരണം കാണിക്കൽ നോട്ടീസിലുള്ള മറുപടിയിൽ നൽകിയിരിക്കുന്നത്? ഇരുവർക്കുമെതിരെ വലിയ ആരോപണം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും സിദ്ധാർത്ഥന്റെ കുടുംബവും തുടർച്ചയായി ഉന്നയിച്ചു വരികയാണ്. ഡീനെ സംരക്ഷിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ്. അതിനിടയിൽ ഈ മറുപടിയിലെ പരാമർശങ്ങൾ പ്രധാനപ്പെട്ടതാണല്ലോ.
വിജയകുമാർ, ഡീനിനും അസിസ്റ്റന്റ് വാർഡനും എതിരായിട്ടുള്ള നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഒപ്പം സിദ്ധാർത്ഥന്റെ കുടുംബവും ഉന്നയിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു, കുറ്റകൃത്യം മറച്ചുവെക്കാൻ ശ്രമിച്ചു, ഈ സംഭവം ഉണ്ടായതിനു ശേഷം നടന്ന ഇടപെടലുകളൊക്കെ സംശയം ജനിപ്പിക്കുന്നു എന്നതായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട വിമർശനവും ആരോപണവുമെല്ലാം. അതിന് ഡീൻ കൃത്യമായും വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്, ഡീൻ എന്നത് സാങ്കേതികമായി ടെക്നിക്കലി വാർഡന്റെ ചുമതലയുണ്ട്, പക്ഷേ എല്ലായ്പ്പോഴും അവിടം ഈ ഹോസ്റ്റൽ സർവൈലൻസിൽ വെക്കുന്ന ആളല്ല ഡീൻ, നേരിട്ട് ആ ചുമതല അദ്ദേഹത്തിനില്ല. എന്നാൽ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ വിവരമറിഞ്ഞ് 10 മിനിറ്റിനകം തന്നെ ഹോസ്റ്റലിലേക്ക് എത്തി കാര്യങ്ങൾ കൃത്യമായി അതിനുശേഷമുള്ള ഇടപെടലുകൾ നടത്തി. മരണവിവരം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ കാലതാമസം വരുത്തിയില്ല. സിദ്ധാർത്ഥന്റെ ഒരു കുടുംബ സുഹൃത്തു കൂടിയായ ഒരാൾ വഴിയും അമ്മാവനെ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അവിടെ ആശുപത്രിയിലേക്ക് പോലീസ് എത്തിയപ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കുകയും അതടക്കമുള്ള റിപ്പോർട്ടുകൾ കൃത്യസമയത്ത് VC-ക്ക് അന്നത്തെ VC-യുടെ ചുമതല വഹിച്ചിരുന്ന വൈസ് ചാൻസലർക്ക് നൽകുകയും എല്ലാ ദിവസവും കൃത്യമായി ഇതിന്റെ വിവരങ്ങൾ റിപ്പോർട്ടായി നൽകുകയും ചെയ്തു. പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകി. സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്ക് ആ വിവരങ്ങളെല്ലാം കൈമാറി എന്നൊക്കെയാണ് അദ്ദേഹം ഓരോ ക്രൊണോളജിക്കലായി വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി എന്താണ് സംഭവിച്ചത്, താൻ എങ്ങനെയെല്ലാം ഇടപെട്ടു എന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. അതേസമയം ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങളൊന്നും താൻ അറിഞ്ഞിരുന്നില്ല. ഒരു വിദ്യാർത്ഥിയും തന്റെ മുൻപിൽ രേഖാമൂലമോ വാക്കാലോ ഒരു പരാതി പോലും നൽകിയിരുന്നില്ല. അതുകൊണ്ട് അവിടെ നടന്ന ഈ അക്രമ സംഭവങ്ങളൊന്നും തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. മരണത്തിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ, അതായത് ആദ്യം ആത്മഹത്യാ ശ്രമം എന്ന് മനസ്സിലാക്കിയാണ് ഹോസ്റ്റലിലേക്ക് എത്തുന്നത്. ആ ഘട്ടം മുതൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തിയില്ല എന്ന് വാദിക്കാനാണ് ഡീൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യം മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒപ്പം ആ പദവി വഹിക്കുന്ന ആളെന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അസിസ്റ്റന്റ് വാർഡൻ പറയുന്നത് സംഭവ സമയത്ത് താൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഫോൺ വഴിയാണ് വിവരങ്ങൾ അറിഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ കുറ്റകൃത്യം മറച്ചു വെക്കാൻ ശ്രമിച്ചില്ല. ഇല്ലാതിരുന്നതിനാൽ തന്നെ അവിടെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ബോധ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ശ്രദ്ധയിൽ വന്നാൽ മാത്രമേ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ ആ ഘട്ടത്തിൽ നടത്താൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടുകയോ കുറ്റകൃത്യം മറച്ചുവെക്കാൻ ശ്രമിക്കുകയോ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് അസിസ്റ്റന്റ് വാർഡന്റെ വിശദീകരണത്തിലും പറയുന്നത്. ഈ മറുപടി ലഭ്യമായെന്ന് VC അല്പസമയം മുൻപ് നമ്മളോട് സ്ഥിരീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇത് വിശദമായി പഠിക്കുകയാണ്, അതിനുശേഷമായിരിക്കും നടപടി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. ഇക്കാര്യത്തിന്മേൽ റിപ്പോർട്ട് ചാൻസലർക്ക് നൽകും എന്നുകൂടി അദ്ദേഹം വിശദീകരിച്ചു. അതായത് ഇക്കാര്യത്തിന്മേൽ തയ്യാറാക്കുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഈ മറുപടിയൊക്കെ കേട്ടതിന് ശേഷം അദ്ദേഹം വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും, അത് ചാൻസലർക്കും കൈമാറും എന്ന് VC അല്പസമയം മുൻപ് പറഞ്ഞു. അതായത് നടപടി സംബന്ധിച്ച് ഇവർക്കെതിരെ ഭരണതലത്തിൽ കൂടി, അതായത് ഈ അവരുടെ അധികാര പദവി സംബന്ധിച്ചുള്ള നടപടി കൂടി വേണം. അതായത് അവർക്കെതിരെ കേസെടുക്കണമെന്നൊക്കെയുള്ള ആവശ്യം നേരത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതിനു മുൻപ് തന്നെ ഈ പദവികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ, അങ്ങനെയുള്ള നടപടികളാണ് ആദ്യ ഘട്ടത്തിൽ വേണ്ടത്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ചാൻസലർക്ക് കൈമാറും. ഒപ്പം ആ നടപടി തീരുമാനം എന്താണെന്നുള്ളതും എടുക്കും. ഇപ്പോൾ ഈ അല്പസമയം മുൻപാണ് ഡീൻ അടക്കമുള്ള ആളുകൾ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ക്യാമ്പസിൽ തന്നെയുണ്ട്, വെറ്റിനറി സർവകലാശാലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പൂക്കോട് തന്നെയാണ്, അവിടെയുണ്ട്. അവർ വിശദീകരണവും നൽകിയിട്ടുണ്ട്. ഏതായാലും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നാണ് VC വ്യക്തമാക്കുന്നത്. വിജയകുമാർ. യെസ്, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഡീനും അസിസ്റ്റന്റ് വാർഡനും VC-ക്ക് മറുപടി നൽകിയിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ഈ 2 ഉദ്യോഗസ്ഥരും പൂർണ്ണമായും നിരാകരിക്കുകയാണ്. ഇവരുടെ വിശദീകരണം പരിശോധിച്ചതിന് ശേഷം VC ചാൻസലർ കൂടിയായ ഗവർണർക്ക് ഒരു മറുപടി അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് നൽകും. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും, അതുടൻ നൽകുമെന്നാണ് VC അറിയിച്ചിരിക്കുന്നത്. അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് MSF കണ്ണൂരിൽ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. MSF കണ്ണൂരിൽ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രവർത്തകർ നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി വി ഹരി നായർ ചുമതലയേറ്റു എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ അത് തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ എന്റെ ഉദ്യോഗത്തിന്റെ കർത്തവ്യങ്ങൾ മുറപ്രകാരവും വിശ്വസ്തയോടും കൂടി എന്റെ കഴിവിന്റെയും അറിവിന്റെയും നിർണയ ശക്തിയുടെയും പരമാവധി ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ നിർവഹിക്കുമെന്നും ഞാൻ ഭരണഘടനയും നിയമങ്ങളും നിലനിർത്തുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വി ഹരി നായരായ ഞാൻ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കപ്പെട്ടിരുന്ന നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ എന്റെ ഉദ്യോഗത്തിന്റെ കർത്തവ്യങ്ങൾ മുറപ്രകാരവും വിശ്വസ്തയോടും കൂടി എന്റെ കഴിവിന്റെയും അറിവിന്റെയും നിർണയ ശക്തിയുടെയും പരമാവധി ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ നിർവഹിക്കുമെന്നും ഞാൻ ഭരണഘടനയും നിയമങ്ങളും നിലനിർത്തുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വി ഹരി നായരായ ഞാൻ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കപ്പെട്ടിരുന്ന നിയമം വഴി നിലവിൽ വന്ന ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, മുൻ നിയമ സെക്രട്ടറി വി ഹരിനായർ ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റു. കഴിഞ്ഞ ജൂലൈയിലാണ് വി ഹരിനായർ നിയമ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ ഹരിനായർ 1989 അഭിഭാഷക വൃത്തിയിൽ പ്രവേശിച്ചത്. അഡ്വക്കേറ്റ് കെ എസ് ഗോപിനാഥൻ നായർക്ക് കീഴിൽ പ്രാക്ടീസ് ആരംഭിച്ച വി ഹരിനായർ 1995 കേരള ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ചു. പത്തനംതിട്ട മുൻസിപ്പായിട്ടായിരുന്നു ആദ്യ നിയമനം. ജുഡീഷ്യൽ സർവീസിൽ നിരവധി ചുമതല വഹിച്ച അദ്ദേഹം 2021 നിയമ സെക്രട്ടറിയുടെ പദവിയിലേക്ക് എത്തുന്നത്. നിയമനിർമ്മാണത്തിന് മാത്രമായി നിയമസഭയുടെ ഒരു സെഷൻ വിളിച്ചു ചേർത്ത് 36 ബില്ലുകൾ പാസാക്കിയത് ഹരിനായർ നിയമ സെക്രട്ടറിയായ ഉടനെയാണ്. നിയമവകുപ്പിൽ ഈ ഓഫീസ് പൂർണ്ണമായി നടപ്പിലാക്കിയതും വി ഹരിനായരുടെ കാലത്താണ്. നോട്ടറി നിയമനങ്ങൾ ഓൺലൈനാക്കാൻ നേതൃത്വം നൽകി. കൂടാതെ പ്രായോഗികമായ ഉപദേശങ്ങൾ നൽകി വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനും ഹരിനായർക്ക് കഴിഞ്ഞുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുൻപാണ് രാജ്ഭവനിൽ ഒരുക്കിയ പ്രത്യേക സ്ഥലത്ത് മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ചടങ്ങ് നടന്നത്. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സാങ്കേതിക സർവകലാശാല മുൻ വി സി സിസ തോമസിനെതിരായ സർക്കാർ ഹർജി സുപ്രീം കോടതി തള്ളി. ഗവർണർ സർക്കാർ തർക്കത്തിൽ ജീവനക്കാരെ ബലിയാടാക്കരുതെന്ന് കോടതി പറഞ്ഞു. സിസ തോമസിനെതിരായ നടപടി നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്തൊക്കെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്? കേരളത്തിലെ ഗവർണർ സർക്കാർ തർക്കത്തിന്റെ ഭാഗമാണ് ഇത്തരം നടപടികളെന്ന ബോധ്യം കൂടി കോടതിക്കുണ്ടായി എന്ന് തോന്നുന്നു ഈ ഹർജിയിൽ, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, അത്തരം പരാമർശം നടത്തിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു ഹർജി തള്ളിയിരിക്കുന്നത്. കാരണം വിശദമായ ഒരു വാദം കേൾക്കാൻ കൂടി സുപ്രീം കോടതി മുതിർന്നില്ല. പകരം ചൂണ്ടിക്കാട്ടിയത് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി സുപ്രീം കോടതി ഇടപെടുന്നില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ രാജശ്രീയെ ആ ചുമതലയിൽ നിന്നും മാറ്റി അയോഗ്യയാക്കിക്കൊണ്ട് ഗവർണറായിരുന്നു സിസ തോമസിനെ ഈ VC-ആയി KTU-VC-ആയി നിയമിച്ചത്. എന്നാൽ ഈ നിയമനം ചട്ടവിരുദ്ധമെന്ന് സർക്കാർ നിലപാട് സ്വീകരിക്കുകയും അത് തുടർന്ന് ഈ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോഴായിരുന്നു സിസ തോമസ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അനുകൂല വിധി, സിസ തോമസിന് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിക്കുന്നത്. ആ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ സമീപിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ സമീപിക്കുന്ന ഘട്ടത്തിൽ സിസ തോമസും ഇതിനെതിരായി ഒരു തടസ്സ ഹർജി നൽകിയിരുന്നു. ഈ വിരമിച്ച ശേഷവും പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് വിവരാവകാശ പ്രകാരം ഇതിലെ വിവരം തേടിയപ്പോഴാണ് ഈ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്ന വിവരം സിസ തോമസ് അറിയുന്നത്. അതിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചത് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് കൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ നിലവിൽ നൽകാൻ കഴിയില്ലെന്നായിരുന്നു വ്യക്തമാക്കിയത്. എന്തായാലും സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. വിജയകുമാർ. ഗവർണർ സർക്കാർ തർക്കത്തിൽ ജീവനക്കാരെ ബലിയാടാക്കരുത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കൂടി സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഹർജി പരിഗണിക്കുന്നതിനിടെ ഉണ്ടായി. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ വേദിയിലിരുത്തി VC നിയമന രീതിയെ വിമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുൻ VC ഡോക്ടർ MS രാജശ്രീ നിയമം പാലിക്കാത്തതിന്റെ ഇരയെന്നായിരുന്നു പരാമർശം. ഗവർണർ പ്രസംഗിക്കുമ്പോൾ ഡോക്ടർ MS രാജശ്രീയും സദസ്സിലുണ്ടായിരുന്നു. നിയമം കർശനമായി പാലിക്കണമെന്നും ഗവർണർ പറഞ്ഞു. The former vice chancellor
who is, I hold her in highest esteem as an academician, but she had to leave because we still have to learn that law must be respected and due procedure must be respected. She paid the price for our defaults. All my respect for her. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വന്യജീവി ആക്രമണത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോതമംഗലത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിനിടെ ഉണ്ടായ പോലീസ് നടപടിയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി കോൺഗ്രസ്. വൈകിട്ട് 5-ന് DCCകളുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും പ്രതിഷേധ പ്രകടനം നടത്തും. പോലീസിനെ കാട്ടി സമരം ഒതുക്കിക്കളയാം എന്ന് കരുതേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇന്നലെ യഥാർത്ഥത്തിൽ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് പോലീസാണ് ബന്ധുക്കളുടെ പക്കൽ നിന്ന് ഈ മൃതശരീരം റോട്ടിലൂടെ വലിച്ചഴച്ച് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയത്. ഇന്നലെ DCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത രീതി എന്താണ്? വലിയ കൊലപാതക കുറ്റത്തിലും വലിയ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ലേ സമരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയത്? 1.5 മണിക്കൂർ അറസ്റ്റ് ചെയ്ത DCC പ്രസിഡന്റിനെ എന്തിനാണ് 1.5 മണിക്കൂർ വാഹനത്തിൽ മുഴുവൻ ആ പല പ്രദേശത്തുകൂടി കറക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കണം. കേരളത്തിൽ ക്രിമിനലുകളെ അരിഞ്ഞാടാനാണ് മുഖ്യമന്ത്രി വിട്ടിരിക്കുന്നത്. പോലീസിനെ വിട്ട് പേടിപ്പിച്ച് സമരം ഒതുക്കിക്കളയാമെന്ന് വിചാരിച്ചു. ജനകീയ വിഷയങ്ങളിലെ പ്രതിഷേധം മറയ്ക്കാനാണ് കോതമംഗലത്തെ പോലീസ് നടപടിയെന്നും മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്നും കെ സുധാകരൻ വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹത്തോട് കോൺഗ്രസ് പ്രവർത്തകർ അനാദരവ് കാട്ടിയെന്ന് സഹോദരൻ സുരേഷ് ആരോപിച്ചെങ്കിലും ഇത് നിഷേധിച്ചു ഭർത്താവ് രാമകൃഷ്ണൻ രംഗത്തെത്തി. പ്രതിഷേധത്തിന് നമ്മൾ റെഡിയായിരുന്നു. പ്രതിഷേധത്തിന് റെഡി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ റെഡിയല്ലായിരുന്നു. അത് രാഷ്ട്രീയവൽക്കരിച്ചതിനകത്താണ് നമുക്ക് ഒബ്ജക്ഷനുള്ളൂ. പ്രതിഷേധത്തിന് നമ്മൾ സമ്മതിച്ചു. കാരണം നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമുക്ക് എന്ത് കഷ്ടനഷ്ടം കിട്ടുന്നതിലും അപ്പുറം നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഇനിയും നമുക്ക് ജീവിക്കേണ്ടതല്ലേ. ഞങ്ങളുടെ ഒരു കുടുംബം മാത്രമല്ലല്ലോ, ബാക്കി എല്ലാ കുടുംബക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അതിന് സർക്കാരിൽ നിന്ന് നമുക്ക് വേണ്ടുന്നത് ചെയ്ത് കിട്ടാനായിട്ടുള്ള ഒരു പ്രതിഷേധം നമ്മൾ ആഗ്രഹിച്ചതാണ്. അങ്ങനെ നമ്മൾ സമ്മതിക്കുകയും ചെയ്താൽ. അപ്പോൾ ഒരു ചെയ്തൊരു പരിപാടി നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർച്ചറിയിൽ നിന്ന് അവർ ബലമായിട്ട് എടുത്തുകൊണ്ട് പോയി. അതിന് നമുക്ക് സമ്മതമല്ലായിരുന്നു. പ്രതിഷേധത്തിന് നമ്മൾ അനുകൂലമായിരുന്നു. പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി തിരിഞ്ഞുള്ള ഇതിന് നമ്മൾ റെഡിയല്ലായിരുന്നു. ഒരു ഈ ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയ കാരണം അതിനൊരു രാഷ്ട്രീയ മുഖം കൊടുത്തതിനോട് നമുക്ക് തീർത്തും യോജിപ്പില്ലായിരുന്നു. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അത് ജനത്തിൻ്റെ ഉപകാരമാണത്. ജനത്തിൻ്റെ ഉപകാരം അത് അവിടെ പ്രകടിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടി. സർക്കാർ നേരിട്ട് വന്ന് ഇടപെട്ടു. എല്ലാ സഹായവും സർക്കാർ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടി. അങ്ങനെ ഒരു പരാതി അവിടെ ഇല്ലല്ലോ. കാരണം ഞങ്ങളെ സംബന്ധിച്ചാണല്ലോ ഇവർ ഉപരോധിക്കാൻ പോണത്. അല്ലാതെ അവർ ബലമായിട്ട് ബോഡി എടുത്തുകൊണ്ട് പോയതല്ല. ഞങ്ങളോട് വന്ന് അനുവാദം ചോദിച്ചു, ഇന്ന രീതി ചെയ്യണം എന്നെങ്കിലാണ് സർക്കാർ നേരിട്ട് ഇടപെടുകയുള്ളൂ എന്ന് പറഞ്ഞ കാരണമാണ് ഇവർ ബോഡി എടുത്തുകൊണ്ടുപോയി പ്രതിഷേധിച്ചത്. അത് കാരണമാണ് ഇപ്പോൾ നേരിട്ട് 2 മന്ത്രിമാരും വന്ന് എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇനി നമുക്ക് അതിൻ്റെ അത് വേറെ പ്രതിഷേധമൊന്നുമില്ല. നേര്യമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ബലമായി എടുത്തുകൊണ്ടുപോയത് ഗുരുതര കുറ്റകൃത്യമെന്ന് മന്ത്രി പി രാജീവ്. ഇത്തരം പ്രതിഷേധ രീതി അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മോർച്ചറി പോയിട്ട് മൃതശരീരം വലിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് അത് വളരെ ഗൗരവമായ കുറ്റമാണ്. പ്രത്യേകിച്ചും കേരള നിയമസഭ ഇപ്പോൾ പാസ്സാക്കിയ നിയമമൊക്കെ അനുസരിച്ച് വളരെ ഗൗരവമായ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം സ്വീകരിക്കുന്ന സമയം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ തന്നെ പോലീസിനോടൊക്കെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ എങ്ങനെ പെരുമാറുന്നു, ഏത് ഭാഷ പ്രയോഗിക്കുന്നു, അതെല്ലാം ജനങ്ങൾ തന്നെ വിലയിരുത്തും. അവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ടെന്ന് എടുക്കാവുന്ന തീരുമാനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യും. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും. രാഹുൽ, എപ്പോഴാണ് സർവകക്ഷി യോഗം? ഈ പ്രതിഷേധ പരിപാടികൾ അവിടെ കോൺഗ്രസ് തുടരുകയാണല്ലോ. പ്രതിപക്ഷ നേതാവ് വൈകിട്ട് അവിടേക്ക് എത്തുന്നുമുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, 9-ാം തീയതിയാണ് ഈ സർവകക്ഷി യോഗം ചേരുക. അതിൽ ഈ വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ കാട്ടാനാക്രമണത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ, അതായത് കഴിഞ്ഞ 2 മാസത്തിനിടെ 5 പേർ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് DCCകളുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനമുണ്ട്.
മാത്രമല്ല ഇന്ന് വി ഡി സതീശൻ ഈ കോതമംഗലത്തെ മാത്യു കുഴിനാടനും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയും നടത്തുന്ന നിരാഹാര സമര പന്തലിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം വി ഡി സതീശൻ ഈ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ വീട് സന്ദർശിക്കുകയും ചെയ്യും. അങ്ങനെ കോൺഗ്രസിനെ കൂടുതൽ സജീവമാക്കി നിർത്തുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടെ ഇന്നലെ ഉണ്ടായ പ്രതിഷേധ പ്രകടനങ്ങളിൽ ഒരു പ്രതികരണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ആദ്യം ഇന്ദിരയുടെ സഹോദരനാണ് ഈ വിഷയത്തിൽ ഒരു പ്രത്യക്ഷ പ്രതികരണവുമായി എത്തിയത്. അതായത് മൃതദേഹം ഈ വഴിയിൽ വെച്ചുകൊണ്ടുണ്ടാക്കിയ പ്രതിഷേധം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ബന്ധുക്കളുടെ അനുവാദം കൂടാതെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ബലമായി എടുത്തുകൊണ്ടുപോയി എന്ന ഗുരുതര ആരോപണവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പക്ഷേ ആ ആരോപണം പൂർണ്ണമായിട്ടും നിഷേധിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഭർത്താവ് രാമകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തന്റെയും തന്റെ മകന്റെയും അറിവോടുകൂടിയാണ് മൃതദേഹം പ്രതിഷേധത്തിനായി കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടുപോയത്. അങ്ങനെ പ്രതിഷേധം നടത്തിയത് കൊണ്ടാണ് സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടതും 10 ലക്ഷം രൂപ നൽകിയതും അതുപോലെ തന്നെ കൂടുതൽ ഉറപ്പുകൾ നൽകിയതും 2 മന്ത്രിമാർ നേരിട്ട് എത്തുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായത് എന്നുള്ളത് ഭർത്താവ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്തായാലും കൂടുതൽ പ്രതിഷേധങ്ങൾ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അതിന് കോൺഗ്രസ് ശരി രാഹുൽ, എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇന്ന് വൈകിട്ട് എത്തുന്നുണ്ട്. സർവകക്ഷി യോഗം നടക്കാനിരിക്കുന്നുണ്ട്. കൂടുതൽ നിർദ്ദേശങ്ങൾ, കൂടുതൽ തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.